നമസ്കാരം. എൻ്റെ പേര് പൊന്നു. ഞാൻ നൃത്യോദയയിലെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൃത്യോദയയുടെ 25ാമത് വാർഷികമാണ്. സത്യത്തിൽ ഞാനിന്ന് അവിടെ ഉണ്ടാവേണ്ടതാണ്, ഇതിൻ്റെ ഒരു പാട്ടാവേണ്ടുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ US-ലാണ്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് വന്നേക്കുമായിരുന്നു. എൻ്റെയും ചേച്ചിയുടെയും വീട് അടുത്തായതുകൊണ്ട് തന്നെ എന്നെ ഒരു 3-3.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ കൊണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാനവിടെ ദക്ഷിണ കൊടുത്തിട്ട് ഇറങ്ങി ഓടിയ ഒരാളാണ്, കരഞ്ഞിട്ട്. പിന്നെ ആ വഴിക്കൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എന്നെ പിന്നെയും കൊണ്ട് ചേർത്ത് അങ്ങനെ ഇപ്പം ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. ഇപ്പോഴും ഏതെങ്കിലും പുതിയ പിള്ളേർ വന്ന് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കരഞ്ഞു പോകുമ്പോൾ എപ്പോഴും ചേച്ചി ഇങ്ങനെ പറയും, ഓ പൊന്നുവിനെ പോലായിരുന്നു, പൊന്നു പണ്ട് ഇങ്ങനെയായിരുന്നു, ദക്ഷിണ തന്നിട്ട് പോയതാണ്, അപ്പോൾ അങ്ങനെ നിന്ന ഒരാളാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചി ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുന്നതായിട്ട്. ഞാൻ ഡാൻസ് ക്ലാസ്സിൻ്റെ എല്ലാ സ്റ്റേജസും കണ്ട ഒരാളാണ്. ഞാൻ ആദ്യം ചേർന്നപ്പോൾ ഡാൻസ് ക്ലാസ് അവിടുത്തെ കാർ പോർച്ചിലായിരുന്നു. അവിടെയാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം അതിൻ്റെ വെളിയിലേക്ക് വന്നു. പിന്നെ വീടിൻ്റെ എല്ലാ സൈഡിലും ഉണ്ടായിരുന്നു ക്ലാസ്സസ്. പിന്നെയാണ് ഇപ്പം കാണുന്ന ഈ വലിയ ക്ലാസ് ഉണ്ടായതും. അതിൻ്റെ ഉദ്ഘാടനത്തിന് അതവിടെ SGK ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലും എനിക്ക് പെർഫോം ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു. അപ്പം അന്ന് തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു, എന്നാണ് ഇനി ചേച്ചിയുടെ കൂടെ പെർഫോം ചെയ്യുക, ചേച്ചിയുടെ കൂടെ സ്റ്റേജിൽ ഒരുമിച്ച് എന്താ കളിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യമൊക്കെ പ്രോഗ്രാംസിന് പോകുമ്പം ഞാൻ ജൂനിയർ ആയിരുന്നു. അപ്പോൾ എൻ്റെ സീനിയർ ചേച്ചിമാരുടെയൊക്കെ കൂടെ ആയിരുന്നു ചെയ്തത്. അപ്പോഴും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും, ഓ ചേച്ചിമാരെ പോലെ ഇനി എന്നാണ് കളിക്കാൻ പറ്റുക എന്നൊക്കെ. അങ്ങനെ ഇരുന്നിരുന്ന് എന്തായാലും അത് സംഭവിച്ചു. തൃപ്രയാർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഇത് കണക്ക് ആദ്യമായിട്ട് ചേച്ചിയുടെ കൂടെ കളിക്കാൻ പറ്റിയത്. അന്ന് ഭയങ്കര സന്തോഷവും ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാച്ചിലെ എല്ലാവരും, എനിക്ക് തോന്നുന്നു അന്നായിരുന്നെന്ന് തോന്നുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ടൈം ചേച്ചിയുടെ കൂടെ കളിക്കുന്നത്. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. ചേച്ചിയുടെ കൂടെ കളിക്കുകയാണ്, അപ്പം നല്ലപോലെ കളിക്കണം അങ്ങനെയൊക്കെ. അങ്ങനെ ഒത്തിരി അത് കഴിഞ്ഞിട്ട് ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തു. അപ്പോൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ പോലും ചെയ്തിട്ടാണ് വന്നത്. അപ്പം ഇടയ്ക്കൊക്കെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സൊക്കെ വരുമായിരുന്നു. പക്ഷെ എന്നാലും കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും അവിടെ തന്നെയാണ് വരിക. ഇപ്പോഴും പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുമ്പം വീണ്ടും പ്രോഗ്രാംസ് ചെയ്യണം എന്നുണ്ട്. അപ്പം ചേച്ചി ഇങ്ങനെ 25 വർഷമായെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വലിയൊരു ജേണി ആയിരുന്നു അത് ചേച്ചിക്കും എല്ലാവർക്കും. അപ്പം ഈ അവസരത്തിൽ ഞാൻ ചേച്ചിക്കും നൃത്യോദയയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.